And you handle source, you do it by finding his weak points and use them. This is my chance to be a hero, a mujahid, fight for the sake of the nation. നദാവ് ഷിർമാൻ സംവിധാനം ചെയ്ത ദ ഗ്രീൻ പ്രിൻസ്, കിർബി ഡിക് സംവിധാനം ചെയ്ത ഇൻവിസിബിൾ വാർ, കോമ്പറ്റീഷൻ മ്യൂസിക് വീഡിയോ വിഭാഗത്തിൽ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ, ഫോക്കസ് ഓൺ മിഡിൽ ഈസ്റ്റ് വിഭാഗത്തിൽ ബേർഡ്സ് ഓഫ് സെപ്റ്റംബർ എന്നിവയാണ് രണ്ടാം ദിനം പ്രദർശിപ്പിച്ച ശ്രദ്ധേയ ചിത്രങ്ങൾ. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പ്രമേയമാക്കിയ ചിത്രമാണ് ദ ഗ്രീൻ പ്രിൻസ്. പരിസ്ഥിതി വിഭാഗത്തിൽ പവർലെസ്, ദി ലാസ്റ്റ് ക്യാച്ച് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കോമ്പറ്റീഷൻ ആനിമേഷൻ വിഭാഗത്തിൽ രഞ്ജിത രാജീവന്റെ കേളി ശ്രദ്ധേയമായി. പ്രദർശനം കഴിഞ്ഞ ചിത്രങ്ങളുടെ സംവിധായകർ പ്രേക്ഷകരുമായി സംവദിച്ചു. മേളയിലെത്തിയവരിൽ നിന്ന് നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്ന് മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ബീന പോൾ പറഞ്ഞു. നല്ല റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഡിസ്കഷനും ഒരുപാട് സിനിമകളൊക്കെ ആൾക്കാർ കാണുന്നു എന്ന് പറയുന്നു, ഇഷ്ടപ്പെടുന്നു. അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്രമേള 22-ാം തീയതി വരെ തുടരും. മീഡിയ 1, തിരുവനന്തപുരം.